ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ ഫില്ലിങ്സൊക്കെ കൊടുത്തിട്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഒരുപാട് ലെയേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഒരു ഐറ്റം തന്നെയാണ്. ഓയിൽ ഫ്രീ ആണ്. മാത്രമല്ല ഇപ്പോൾ നോമ്പ് ലാസ്റ്റായി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ സൈസിലുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്സും ഒരുപാട് മസാലക്കൂട്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയ സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല വഴണ്ട് ആ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളെല്ലാം ഉള്ളിൽ മുഴുവനായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഈ മസാലകളൊക്കെ അടി പിടിക്കാത്ത വിധം ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷം നമ്മളിതിൽ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫ്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതും ചേർത്ത് നല്ല രീതിയിൽ ഈ മസാലയിൽ ആ ബീഫൊന്ന് കുറച്ച് നേരം മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം വെച്ചാലേ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ മസാലയിൽ പിടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ടെടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിങ്സൊക്കെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാമിൻ്റെ 1 കപ്പിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ഒരുപാട് ലെയേഴ്സായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ മൈദ എടുത്തിട്ടുള്ള 1 കപ്പിൽ 1 കപ്പ് അളവ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദോശത്താവ എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ദോശകളാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദോശയുടെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് ദോശയുടെ വലിപ്പം കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദോശകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് വേറൊരു മിക്സും കൂടി റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ദോശ ഇതേപോലെ മുക്കിയെടുത്തിട്ട് നമ്മൾ ആ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദോശ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് 1 സ്പൂൺ ഇതേപോലെ നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശയും മുട്ടയുടെ മിക്സിൽ ആക്കിയതിൻ്റെ ശേഷം ഇതിന് മുകളിൽ വെച്ച് കൊടുത്ത് അതിനിടയിൽ ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് എല്ലാ ദോശയും ഇതുപോലെ ആക്കിയിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി എല്ലാതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു പഴയ ഫ്രൈ പാൻ എന്തെങ്കിലും ആദ്യം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കേണ്ടത്.
അപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടാവും. റെഡി ആയിട്ടില്ല, മുകളിൽ കുറച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ വെക്കുക. ശേഷം മറ്റേ പാകം വേറൊരു പാനിൽ എണ്ണ തടവിയ ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ പാകം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.